ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അർജുൻസ് ട്രാവൽ ഡയറീസ്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര പാലക്കാട് നിന്നും കന്യാകുമാരി വരെ KSRTCയുടെ മിന്നൽ ബസ്സിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. ബസ് രാത്രി 7:30ക്കാണ് പാലക്കാട് നിന്നും എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് സീറ്റ് തന്നെയായിരുന്നു ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരാൾക്ക് പാലക്കാട് നിന്ന് കന്യാകുമാരി വരെ പോകുന്നതിനായിട്ട് 596 രൂപയാണ് ഈ മിന്നലിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം ബസ് കൃത്യം 7:30 ആയപ്പോൾ തന്നെ പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനധികം സ്റ്റോപ്പുകളൊന്നുമില്ല. ഈ പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ, വൈറ്റില, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, നാഗർകോവിൽ ഇത്ര സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ ബസ്സിനി നിർത്തുന്നത്. ഇപ്പോൾ സമയം രാത്രി ഏകദേശം 8:30 ആയിട്ടുണ്ട്. നമ്മൾ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ അധികം നേരം ബസ് നിർത്തിയിട്ടില്ല. ആളുകളെ കയറ്റി ഉടനെ തന്നെ ബസ് ഇവിടുന്ന് പോകും. ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് വൈറ്റില ഹബ്ബാണ്. ഇപ്പോൾ നമ്മൾ കണ്ടക്ടറോട് ചോദിച്ചപ്പോൾ നമുക്ക് വൈറ്റില ഹബ്ബിൽ ഒരു 10-15 മിനിറ്റ് ബ്രേക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് ഫ്രഷ് ആകാനൊക്കെ വൈറ്റില ചെന്ന് കഴിഞ്ഞാൽ പറ്റും. അപ്പം ബസ് തൃശ്ശൂരിൽ നിന്നും 8:30 തന്നെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പം വൈറ്റില ഹബ്ബിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം രാത്രിയിൽ 10:15 നമുക്കൊരു 15 മിനിറ്റ് ഇവിടെ ബ്രേക്ക് ഉണ്ട്. നമുക്കൊരു ചായ കുടിക്കാനും ഒക്കെ ഒരു ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിക്കാനൊക്കെ ഉള്ള ഒരു ടൈമുണ്ട്. 10:35 ആയപ്പോഴത്തേക്കിന് ബസ് വൈറ്റില ഹബ്ബിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നേരെ പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. അടുത്ത സ്റ്റോപ്പ് വരുന്നത് ആലപ്പുഴയാണ്. ഇപ്പോൾ സമയം രാത്രി 12 മണിയായിട്ടുണ്ട്. നമ്മൾ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൻ്റെ മുൻപിലാണ്. അപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് കയറില്ല. അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ ഇറക്കിയിട്ട് നേരെ വണ്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് കൊല്ലത്താണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഹൈവേയുടെ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ വണ്ടി കുറച്ച് ലേറ്റായിട്ടാണ് ഇവിടെ എത്തിയത്. ഇപ്പം നമ്മളുള്ളത് കൊല്ലം ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ അധികം നേരം ബസ് നിർത്തില്ല. ആൾക്കാരെ ഇറങ്ങിയ ഉടനെ തന്നെ ബസ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയതുകൊണ്ട് ബസ് തിരുവനന്തപുരം എത്തിയത് നമ്മൾ അറിഞ്ഞില്ല. തിരുവനന്തപുരം കഴിഞ്ഞ് ഇപ്പോൾ നാഗർകോവിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ KSRTC മിന്നൽ ബസ്സിലെ യാത്ര അവസാനിപ്പിച്ച് നമ്മളിതേ വെളുപ്പിനെ 5:15 കന്യാകുമാരിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ കന്യാകുമാരിയിലെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇവിടെ സൺറൈസ് കാണാൻ വേണ്ടി നമ്മൾ പോകുന്നത് ഇവിടെ കന്യാകുമാരിയിലെ കന്യാകുമാരി അമ്മൻ ടെമ്പിളിലേക്കാണ്. ഇത് ടെമ്പിളിൻ്റെ പുറവശമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സൺറൈസ് കാണാൻ വേണ്ടി വരും. അപ്പോൾ വെളുപ്പിന് തന്നെ ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ തടിച്ച് കൂടിയിട്ടുണ്ട് ഈ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട്. ഇത് സൺറൈസ് കാണാനുള്ളൊരു വ്യൂ പോയിൻ്റ് കൂടിയാണ് ഈ അമ്പലത്തിൻ്റെ ബാക്ക് വശം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വിവേകാനന്ദ പാറയും തിരുവള്ളുവർ സ്റ്റാച്യൂവും അതുപോലെ തന്നെ നമ്മൾ കാണാൻ പോകുന്ന ഗ്ലാസ് ബ്രിഡ്ജ്, അതായത് ഈ വിവേകാനന്ദ പാറയും ഈ തിരുവള്ളുവർ സ്റ്റാച്യൂവിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഈ അടുത്തിടെ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ്. ഒരു രാത്രിയിൽ ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഈ ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പോൾ നമ്മൾ പകൽ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് വിവേകാനന്ദ പാറയും അതുപോലെ തന്നെ തിരുവള്ളുവർ സ്റ്റാച്യൂവും അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജും. ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് സൗത്ത് കാർ സ്ട്രീറ്റ് എന്ന് പറയുന്ന കന്യാകുമാരിയിലെ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വിവേകാനന്ദ പാറയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് വളരെ അടുത്താണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ റൂമുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഹോട്ടലുകളൊക്കെ, നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഇവിടെ നേരിട്ട് ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ സിംഗിൾസിന് ഇവിടെ ഇവർ റൂം കൊടുക്കുന്നത് വളരെ ചുരുക്കമാണ്. അതെന്ന് വെച്ചാൽ ഇവിടെ സിംഗിളായിട്ട് വന്നിട്ട് റൂം എടുത്ത് സൂയിസൈഡ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവർ സിംഗിൾസിന് റൂം കൊടുക്കാത്തത്. ഇപ്പോൾ ഈ അരുണാചല ഇൻ എന്ന് പറയുന്ന ഈ ഒരു ഇവിടെയാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ റൂമിന് നമുക്കൊരു 1000 രൂപയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റൂം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈസ്റ്റ് കാർ റോഡ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. ഇവിടെയുള്ള ദ കറി എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നത്.
ഇവിടെ 150 രൂപയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അതായത് ഈ ബൊഫേ സിസ്റ്റമാണ്, നമുക്ക് ആവശ്യമുള്ള എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. അപ്പം ഞാൻ വളരെ ലൈറ്റായിട്ട് 2 ഇഡലിയും ഒരു വടയുമാണ് കഴിച്ചത്. അതേപോലെ തന്നെ ഒരു ചായയും കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചു. കാരണം നമുക്ക് കുറേ സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ളതുകൊണ്ട് ലൈറ്റായിട്ടാണ് കഴിച്ചത്. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് വിവേകാനന്ദ പാറയിലേക്കാണ്. വിവേകാനന്ദ പാറയിലേക്ക് പോകാനായിട്ട് നമ്മൾ വരുമ്പോൾ ഇവിടെ വളരെ നീണ്ട ഒരു ക്യൂ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റി. അപ്പോൾ ഞാനങ്ങനെ ഈ ക്യൂവിൻ്റെ പുറകിലായിട്ട് കയറി നിന്നു. അപ്പം നമ്മൾ ഏകദേശം ഒരു 9:15 കൂടിയാണ് ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. നല്ല വെയിലുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ക്യൂ നിൽക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. കുറച്ചും കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് വെയിലൊക്കെ കൊള്ളാണ്ട് നിൽക്കാൻ പറ്റുമായിരുന്നു. എന്തായാലും ലേറ്റായിപ്പോയി. അങ്ങനെ നമ്മൾ മണിക്കൂറുകളോളം ക്യൂ ഒക്കെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കടൽ കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ 2 സൈഡിലും കടകളിലായിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ കാണുന്ന ഈ സ്ഥലത്ത് നിന്നാണ് നമുക്ക് വിവേകാനന്ദ പാറയിലേക്കുള്ള ബോട്ട് സർവീസ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം ബോട്ടിൽ കയറി പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 2 സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയുള്ള ടിക്കറ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 75 രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് റേറ്റ്. അതേപോലെ നമ്മൾ 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ VIP എൻട്രി വഴി നമുക്ക് കയറി പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇത്രയും ക്യൂ നിൽക്കേണ്ടി വരത്തില്ല. അപ്പോൾ കുറേ നേരം വെയിലൊക്കെ കൊണ്ട് ക്യൂ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഫ്രണ്ടിലോട്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ ഇതുപോലൊരു ഷെഡ് കാണാം. അപ്പോൾ ഈ ഷെഡിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആശ്വാസമുണ്ട്. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും ഈ കാണുന്ന പോലെ 75 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിൽ കയറി വിവേകാനന്ദ പാറയിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ഈ കാണുന്ന ഈ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഉള്ളൂ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി. അപ്പം നീണ്ട മണിക്കൂറുകളോളം നീണ്ട ക്യൂ ഒക്കെ നിന്നതിന് ശേഷമാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഇതുവഴിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ മത്സ്യബന്ധനത്തിനായിട്ട് പോകുന്ന ബോട്ടുകളൊക്കെ ഇവിടെ കടൽ തീരത്ത് അടുപ്പിച്ചിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം ബോട്ടിങ്ങിലോട്ട് അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പം ഇവർ ബോട്ട് വരുന്നതനുസരിച്ചാണ് ആൾക്കാരെ അങ്ങോട്ട് കയറ്റി വിടുന്നത്. അപ്പോൾ നമുക്കായിട്ടുള്ള ബോട്ട് അവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വിവേകാനന്ദ പാറയും അതേപോലെ തന്നെ തിരുവള്ളുവർ സ്റ്റാച്യു ഒക്കെ കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ കേരളത്തിനോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് കന്യാകുമാരി. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും കന്യാകുമാരി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ നിന്നും ധാരാളം ട്രെയിനുകളും അതുപോലെ തന്നെ ബസ്സുകളും ഒക്കെ ഇവിടേക്ക് സർവീസ് നടത്തുന്നുണ്ട്. അപ്പം നിങ്ങൾ ഫാമിലിയായിട്ടൊക്കെ ഒരിക്കലെങ്കിലും വന്ന് കന്യാകുമാരി ഒന്ന് കാണുക. കാരണം ഒരുപാട് കന്യാകുമാരി വിവേകാനന്ദ പാറയും ഈ തിരുവള്ളുവർ സ്റ്റാച്യു ഒക്കെ അല്ലാണ്ട് മറ്റൊരുപാട് കാര്യങ്ങളുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ എന്തായാലും ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കാണുക. അപ്പം നമ്മളിതാ ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ബോട്ടിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് ഈ കാണുന്ന സേഫ്റ്റി ജാക്കറ്റൊക്കെ നമ്മളിടും. അപ്പോൾ സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ട് സേഫായിട്ടാണ് നമ്മൾ ബോട്ടിൽ കയറി ഈ വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ കരയിൽ നിന്നും വിവേകാനന്ദ പാറ വരെ പോകാൻ വേണ്ടി അധിക സമയമൊന്നുമില്ല, 5 മിനിറ്റിൻ്റെ ഒരു യാത്ര മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മൾ പോയിട്ട് തിരിച്ചു വരുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് 75 രൂപയുടെ പാസ് എടുക്കുന്നത്. തിരിച്ചു വരാനായിട്ട് നമുക്ക് അധികം വേറെ പാസോ കാര്യങ്ങളൊന്നും എടുക്കേണ്ടതായിട്ടില്ല. ഈ കാണുന്നതാണ് നമ്മൾ രാവിലെ കണ്ട ആ കന്യാകുമാരി അമ്മൻ ടെമ്പിൾ എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ ദൂരെ കണ്ടത്. അങ്ങനെ ഞാനിപ്പോൾ വിവേകാനന്ദ പാറയിലെത്തി 30 രൂപയുടെ ഒരു പാസ്സൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചെരുപ്പ് നമുക്കിവിടെ സൂക്ഷിക്കാൻ വേണ്ടി കൊടുക്കാം. അതിന് നമ്മൾ പൈസയൊന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് നമ്മുടെ ചെരുപ്പ് അവിടെ സൂക്ഷിക്കാം. അപ്പോൾ ഈ വിവേകാനന്ദ പാറയുടെ ഒരു ചരിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1892 നമ്മുടെ സ്വാമി വിവേകാനന്ദന് ഇവിടെ കടൽ നീന്തി ഇവിടെ വന്ന് ധ്യാനത്തിലിരുന്നു എന്നാണ് പറയുന്നത്. അതായത് 3 പകലും 3 രാത്രിയും അദ്ദേഹം ഇവിടെ ധ്യാനത്തിലിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് വിവേകാനന്ദ പാറയിലെ ഒരു സ്വാമി വിവേകാനന്ദ ഒരു സ്മാരകമായിട്ട് പണിതിരിക്കുന്നത്. ഇത് 1970-ലാണ് ഈ സ്മാരകം ഇവിടെ പണിതിട്ടുണ്ടായിരുന്നത്. അന്ന് ഈ സ്മാരകം പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ പണിതിരിക്കുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്ത് നമുക്ക് തിരുവള്ളുവർ സ്റ്റാച്യുവും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ നമുക്ക് നടന്ന് തിരുവള്ളുവർ സ്റ്റാച്യുവിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അങ്ങനെ ഞാൻ ഇപ്പം ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ കുറേ സ്കൂൾ കുട്ടികളൊക്കെ ഇത് കാണാൻ വേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടി പോകുന്നത്. അത് കടലിന് മുകളിലൂടെയാണിത്. എന്തായാലും കയറി ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക്.
അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ നടന്നിട്ട് ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കടലാണ് ഫുള്ള് കാണുന്നത്. അതുപോലെ ഒരു തിരമാല എങ്ങനെ വന്ന് അടിക്കുന്നത് കാണാൻ വേണ്ടിയൊക്കെ നല്ല രസമാണ്. അതേപോലെ തന്നെ ഈ കുറച്ച് സെൻറ്റർ ഭാഗത്തൊക്കെ കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ കുറേ പാറക്കൂട്ടങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ പാറക്കൂട്ടങ്ങളിലേക്കൊക്കെ ഈ തിരമാലയൊക്കെ വന്ന് അടിച്ച് കയറുന്നത് കാണാൻ വേണ്ടി നല്ല രസമാണ് ഈ ബ്രിഡ്ജിൽ കൂടെ നോക്കുമ്പോഴത്തേക്കിന്. അതുപോലെ നമ്മളിവിടെ ഫേസ് ചെയ്യുന്നൊരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഇതിൽ നല്ല ചൂടാണ്. ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് കാലൊക്കെ നന്നായിട്ട് പൊള്ളുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും കുഴപ്പമില്ല, നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടുപോകുമ്പോഴത്തേക്കിനും നമ്മളതൊന്നും വലിയ കാര്യമാക്കില്ല. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് തിരുവള്ളുവർ സ്റ്റാച്ചുവിൻ്റെ മുന്നിലാണ്. ഏകദേശം 133 അടി ഹൈറ്റാണ് ഈ സ്റ്റാച്ചുവിനുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇതുവഴിയാണ് നമ്മൾ ഈ സ്റ്റാച്ചുവിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകുന്നത്. സ്റ്റാച്ചുവിൻ്റെ മുകൾ ഭാഗം എന്ന് വെച്ചാൽ ഏറ്റവും ഉയരത്തിലേക്കല്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു കെട്ടിൻ്റെ അവിടെ വരെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നേരം ചൂടും വെയിലും ഒക്കെ കൊണ്ട് നമ്മൾ ഇങ്ങനെ നടന്നിട്ട് ഇതിനുള്ളിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കിന് ഒരു ചെറിയ തണുപ്പ് പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ ആശ്വാസമാണ് ഇത്രയും നേരം നടന്നിട്ട് നമുക്ക് ഇതിനുള്ളിലേക്ക് കയറി കഴിയുമ്പോൾ. നമ്മളിപ്പം തിരുവള്ളുവർ സ്റ്റാച്ചുവിൻ്റെ മുൻപിലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് തിരുവള്ളുവർ സ്റ്റാച്ചു. അപ്പം നമ്മളിത് ദൂരെ നിന്ന് കണ്ടിട്ടേ ഉള്ളെങ്കിലും ഇതിനടുത്ത് വരുന്നത് ഇത് ആദ്യമായിട്ടാണ്. സ്റ്റാച്യുവിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരികെ വിവേകാനന്ദ പാറയിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് തിരികെ പോകാനുള്ള ബോട്ട് വരുന്നത്. അപ്പം നമ്മൾ ഈ വന്ന ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ കയറി തന്നെയാണ് തിരികെ വിവേകാനന്ദ പാറയിലേക്ക് തന്നെ പോകുന്നത്. പിന്നെ ഈ കന്യാകുമാരിയിലെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 3 സമുദ്രങ്ങൾ, അതായത് ഇന്ത്യൻ മഹാസമുദ്രം, അറബിക്കടൽ, അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടൽ, ഇത് 3ഉം കൂടെ ചേരുന്ന ത്രിവേണി സമുദ്ര സംഗമം അത് ഈ കന്യാകുമാരിയിലാണ്. അപ്പോൾ ഇവിടുത്തെ കടൽ കാണാൻ തന്നെ വളരെയധികം ഭംഗിയാണ്. അതുപോലെ തന്നെ ഈ വിവേകാനന്ദപ്പാറയിലെ ഈ സ്വാമി വിവേകാനന്ദൻ്റെ ഈ മണ്ഡപത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയുണ്ട്. നമുക്കതൊന്നും ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. എന്നിരുന്നാലും നമ്മൾ ഈ വിവേകാനന്ദപ്പാറയും അതുപോലെ തന്നെ സ്റ്റാച്യൂവും ഈ ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെ കണ്ടതിന് ശേഷം തിരികെ മടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അത്രയും വലിയ ക്യൂ ഇല്ലെങ്കിലും ചെറിയൊരു ക്യൂ ഇവിടെ ഉണ്ട് തിരികെ ബോട്ടിൽ പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ആ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ് ഇപ്പം. അങ്ങനെ കന്യാകുമാരിയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞാൻ തിരികെ നാട്ടിലേക്ക് മടങ്ങി പോകുന്നതിന് വേണ്ടിയിട്ട് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന സ്ഥലത്ത് നമ്മുടെ സദേൺ റെയിൽവേയുടെ റെയിൽവേ ലൈൻ തീരുകയാണ്. കന്യാകുമാരിയാണ് ഇവിടുത്തെ അവസാനത്തെ സ്റ്റേഷൻ. അപ്പോൾ ഞാൻ തിരികെ നാട്ടിലേക്ക് പോകുന്നത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പോകുന്ന ഹിമസാഗർ എക്സ്പ്രസ്സിലാണ്. കന്യാകുമാരിയിൽ നിന്നും ശ്രീ മാതാ വൈഷ്ണോദേവി കത്ര എന്ന് പറയുന്ന സ്റ്റേഷൻ വരെ പോകുന്ന ട്രെയിനാണ് ഈ ഹിമസാഗർ എക്സ്പ്രസ്. അപ്പം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.